പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 24-ാം തിരുവചനമാണ്. ഈശോ പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ എന്ന്. രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു അവരോട് പറഞ്ഞത്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ എന്നാണ്. അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. അപ്പം അനീതി പ്രവർത്തിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യേശു സൂചിപ്പിച്ചത്. യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ ജീവൻ്റെ വഴിയെക്കുറിച്ചും മരണത്തിൻ്റെ വഴിയെക്കുറിച്ചും പറയുന്നുണ്ട്. ജീവനിലേക്ക് നയിക്കുന്ന വഴി ഇടുങ്ങിയതും കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. എന്നാൽ മരണത്തിലേക്ക് നയിക്കുന്ന വഴി വിശാലവും കടന്നു പോകുവാൻ എളുപ്പവുമാണ്. അതിലൂടെ കടന്നു പോകുവാൻ ധാരാളം പേർ പരിശ്രമിക്കുകയും കടക്കുകയും ചെയ്യുന്നു. ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ കടന്നു പോകുവാനാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുവാനാണ്. രക്ഷയുടെ വാതിൽ ഇടുങ്ങിയതും വീതി കുറഞ്ഞതും ആയതുകൊണ്ട് അതിലൂടെ പ്രവേശിക്കുക പ്രയാസമാണ്. അതിനാൽ നിരന്തരമായ ഒരു പരിശ്രമത്തിലൂടെയാണ് ദൈവവചനം പാലിച്ചുകൊണ്ട് നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് നിത്യരക്ഷ നാം പ്രാപിക്കുന്നത്. ലോകത്തിൻ്റെ വഴി വിശാലമാണ്, പ്രയാസങ്ങളില്ലാത്തതാണ്. ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം. യാതൊരുവിധ നിയന്ത്രണവും ആരും കൊണ്ടുവരുന്നില്ല. എന്നാൽ ആ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഒടുവിൽ നാം എത്തിച്ചേരുന്നത് നിത്യ നരകത്തിലാണ്. ദൈവം അവരെ അറിയുകയില്ല എന്നാണ് പറയുന്നത്. ഈശോ ജീവനും മരണവും നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കൽപ്പനകൾ പാലിച്ച് ദൈവഹിതം നിറവേറ്റി ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുന്നവരാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയും യേശുവിനോടൊപ്പം വസിക്കുകയും ചെയ്യുന്നത്. മനസ്സ് വച്ചാൽ തിരുവചനങ്ങൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാൻ നാം നിരന്തരം പരിശ്രമിക്കണം. അത് ഇടുങ്ങിയ വാതിലാണ്, കടക്കാൻ പ്രയാസമുള്ളതാണ്. എങ്കിലും യേശു കാണിച്ചു തരുന്ന വഴി അതാണ്. അതിലൂടെ പ്രവേശിച്ച് നിത്യജീവനിൽ പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.